ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡ് ദീപകം എന്ന ടെക്സ്റ്റ് ബുക്കിന്റെ 4th ചാപ്റ്ററായ നാ ലഭ്യത്തെ ചേത് ആംലം ദ്രാക്ഷാഫലം, കിട്ടാത്ത മുന്തിരി പുളിക്കും. നമുക്ക് ചാപ്റ്റർ എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. പ്രിയ ഛാത്രാഹ ഏതത് ചിത്രം പശ്യന്തു. പ്രിയ കുട്ടികളെ, ഈ ചിത്രം ഒന്ന് നോക്കൂ. ചിത്രേ കിം കിം അസ്തി. ചിത്രത്തിൽ എന്തൊക്കെയാണുള്ളത്? മഹോദയ, ചിത്രേ വൃക്ഷഃ അസ്തി. സർ, ചിത്രത്തിൽ മരമുണ്ട്. മഹോദയ, ശൃഗാലഃ അസ്തി. സർ, കുറുക്കനുണ്ട്. ദ്രാക്ഷാഫലാനി അപി സന്തി. മുന്തിരി പഴവും ഉണ്ട്, അതായത് മുന്തിരിയുണ്ട്. ബഹു സമ്യക്, വളരെ നല്ലത്. ശൃഗാലഃ കിം കരോതി. കുറുക്കൻ എന്താണ് ചെയ്യുന്നത്? ആചാര്യ, ശൃഗാലഃ ദ്രാക്ഷാഫലാനി ഖാദിതും ഇച്ഛതി. സർ, കുറുക്കൻ മുന്തിരി കഴിക്കാൻ ആഗ്രഹിക്കുകയാണ്. കിന്തു ന ശക്നോതി, പക്ഷേ സാധിക്കുന്നില്ല. അഹോ ഭവന്തഃ കഥം ജാനന്തി. ഓഹോ, നിനക്കെങ്ങനെ അറിയാം? മഹോദയ, വയം ഏതാം കഥാം മാതൃഭാഷയാ ശ്രുതവന്തഃ. സർ, ഞാൻ ഈ കഥ മാതൃഭാഷയിൽ കേട്ടിട്ടുണ്ട്. ബഹു സമീചീനം, വളരെ നല്ലത്. തർഹി, എന്നാൽ സംസ്കൃത ഭാഷയിൽ ഏതാം കഥാം, ഈ കഥ ഗീതരൂപേണ ഗായാമഹ, ഗീതത്തിന്റെ രൂപത്തിൽ, അതായത് പാട്ടിന്റെ രൂപത്തിൽ പാടാം. അഭിനയം ച കുർമഹ, അഭിനയിക്കുകയും ചെയ്യാം. അസ്തു ആചാര്യ, കൃപയാ പാഠയതു. ഓക്കെ സർ, കൃപയാ പഠിപ്പിച്ചാട്ടെ. ഏകഃ ശൃഗാലഃ, ഒരു കുറുക്കൻ. ഏകഃ ശൃഗാലഃ വനം ഗച്ഛതി, ഒരു കുറുക്കൻ വനത്തിൽ പോയി. പിപാസ തസ്യ ബുഭുഷ. പിപാസ എന്നാൽ ദാഹത്താൽ വലഞ്ഞ്, തസ്യ അവൻ്റെ, ബുഭുഷ എന്നാൽ വിശപ്പാൽ വലഞ്ഞ്. ഓക്കെ, പിപാസയാ ബുഭുഷയാ വനം ഗച്ഛതി. ദാഹത്താൽ വലഞ്ഞും വിശപ്പാൽ വലഞ്ഞും വനത്തിൽ പോയി. സഹ വനം ഗച്ഛതി, അവൻ വനത്തിൽ പോയി. സഹ വനം ഗച്ഛതി, അവൻ വനത്തിൽ പോയി. തത്ര ഗച്ഛതി കിമപി ന ലഭത്തെ, അവിടെ പോയി ഒന്നും തന്നെ കിട്ടിയില്ല. ഇതോ അപി ഗച്ഛതി കിമപി ന ലഭത്തെ, പിന്നെയും പോയി ഒന്നും തന്നെ കിട്ടിയില്ല. ശ്രാന്തഃ ജായത്തെ ഖിന്നഃ ജായത്തെ, ടയർഡായി, സാഡായി. സഹ ശ്രാന്തഃ ജായത്തെ ഖിന്നഃ ജായത്തെ, അവൻ ടയർഡായി, സാഡായി. കിം ച കരോതി, എന്തു ചെയ്യും? സഹ കിം ച കരോതി, അവൻ എന്തു ചെയ്യും? വാമതഃ പശ്യതി ദക്ഷിണതഃ പശ്യതി, ലെഫ്റ്റിൽ നോക്കുന്നു, റൈറ്റിൽ നോക്കുന്നു. അഗ്രതഃ പശ്യതി പൃഷ്ഠതഃ പശ്യതി, മുന്നിൽ നോക്കുന്നു, പിന്നിൽ നോക്കുന്നു. സ്വേദഃ ജായത്തെ തൃഷാ ജായത്തെ, വിയർക്കുന്നു, ദാഹത്താൽ വലയുന്നു. തസ്യ സ്വേദഃ ജായത്തെ തൃഷാ ജായത്തെ, അവന് വിയർക്കുന്നു, അതുപോലെ ദാഹത്താൽ വലയുന്നു. കിം ച പശ്യതി, എന്താണ് കണ്ടത്? സ കിം ച പശ്യതി, അവൻ എന്താണ് കണ്ടത്? കിം ച പശ്യതി, എന്താണ് കണ്ടത്? സ കിം ച പശ്യതി, അവൻ എന്താണ് കണ്ടത്? പശ്യതി ദ്രാക്ഷാലതാം, കാണുന്നു മുന്തിരിവള്ളികൾ. സഹ പശ്യതി ദ്രാക്ഷാഫലം, അവൻ കാണുന്നു മുന്തിരിപ്പഴം. ഉപരോപരി ലതാസു ദൃശ്യത്തെ ച തത്ഫലം, മേലെ മേലെ വള്ളികളിൽ കാണുന്നു ആ ഫലം, ആ ഫ്രൂട്ട്. അനുക്ഷണം തന്മുഖേ രസഃ ജായത്തെ, പെട്ടെന്ന് തന്നെ അവൻ്റെ നാവില് രസം ഏറി. കിം ച കരോതി, എന്ത് ചെയ്യും? സ കിം ച കരോതി, അവനിനി എന്ത് ചെയ്യും? ഏകവാരം ഉത്പതതി ദ്വിവാരം ഉത്പതതി, ഒരു വട്ടം ചാടി, രണ്ടു വട്ടം ചാടി. ത്രിവാരം ഉത്പതതി പുനഃ പുനഃ ഉത്പതതി, മൂന്ന് വട്ടം ചാടി, പിന്നെയും പിന്നെയും ചാടി. സ്വേദഃ ജായത്തെ തസ്യ ശ്രമഃ ജായത്തെ,
അവൻ വിയർക്കാൻ തുടങ്ങി. അവൻ ക്ഷീണിക്കാൻ തുടങ്ങി. കിം കഥയതി സഹ കിം കഥയതി. എന്താണ് പറയുന്നത്? അവൻ എന്താണ് പറയുന്നത്? ആംലം ദ്രാക്ഷാഫലം, ആംലം ദ്രാക്ഷാഫലം. പുളിച്ച മുന്തിരി, പുളിച്ച മുന്തിരി. ഇത്യവം കഥയതി സഹ പലായതേ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ ഓടിമറഞ്ഞു. ഇത്യവം കഥയതി സഹ പലായതേ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ ഓടിമറഞ്ഞു, ഓടിപ്പോയി. ഇനി നമുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഏകः ശൃഗാലः इति ഗീതസ്യ സ അഭിനയം കക്ഷായാം ഗാനം കുറുവന്തു. ഏകः ശൃഗാലः എന്ന ഗീതം ക്ലാസ്സിൽ അഭിനയിച്ച് പാടുക. അധഃ പ്രദത്താനാം പ്രശ്നാനാം ഏകപദേന പദദ്വയേന വ ഉത്തരം ലിഖന്തു. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്കുത്തരമായി 1 വേർഡിലോ 2 വേർഡ്സിലോ ഉത്തരം എഴുതുക. കഃ വനം ഗച്ഛതി. ആരാണ് വനത്തിൽ പോയത്? കുറുക്കൻ. ശൃഗാലഃ. ശൃഗാലഃ കാം പശ്യതി. കുറുക്കൻ എന്താണ് കണ്ടത്? മുന്തിരിവള്ളികൾ. അപ്പം നമ്മൾ എന്തെഴുതും? ദ്രാക്ഷാലതാം. ശൃഗാലസ്യ മുഖേ കിം ജായതേ. കുറുക്കൻ്റെ നാവിൽ എന്താണ് ഊറിയത്? എന്താണ് വന്നത്? രസഃ, അതായത് സലൈവ. ദ്രാക്ഷാലതായാം ശൃഗാലഃ കിം പശ്യതി. മുന്തിരിവള്ളികളിൽ കുറുക്കൻ എന്താണ് കണ്ടത്? മുന്തിരിപ്പഴം, ദ്രാക്ഷാഫലം. ദ്രാക്ഷാഫലം കുത്ര ദൃശ്യത്തെ. മുന്തിരിപ്പഴം എവിടെയാണ് കണ്ടത്? മുന്തിരി എവിടെ കണ്ടത്? ലതാസു, വള്ളികളിൽ, ഇലകളിൽ. കിം ശൃഗാലഃ പുനഃ പുനഃ ഉത്പതതി. കുറുക്കൻ പിന്നെയും പിന്നെയും ചാടിയോ? ചാടിയെങ്കിൽ ആം എഴുതുക, ചാടിയില്ലെങ്കിൽ നാം എഴുതുക. അപ്പം ആൻസർ എന്താ വരിക? ആം, അതെ. കിം ശൃഗാലഃ ദ്രാക്ഷാഫലം പ്രാപ്നോതി. കുറുക്കന് മുന്തിരിപ്പഴം കിട്ടിയോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്തെഴുതും? ന. അടുത്ത ചോദ്യം നോക്കാം. അധഃ പ്രദത്താനാം പ്രശ്നാനാം പൂർണ്ണവാക്യേന ഉത്തരം ലിഖന്തു. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമായി കംപ്ലീറ്റ് സെൻറ്റൻസിൽ ആൻസർ എഴുതുക. ശൃഗാലഃ കഥം വനം ഗച്ഛതി. ശൃഗാലഃ എന്തിനാണ് വനത്തിൽ പോയത്? ശൃഗാലഃ പിപാസയ ബുഭുക്ഷയ വനം ഗച്ഛതി. ശൃഗാലൻ, അതായത് കുറുക്കൻ, ദാഹത്താൽ വലഞ്ഞും വിശപ്പാൽ വലഞ്ഞുമാണ് വനത്തിൽ പോയത്. വനം ഗത്വാ ശൃഗാലസ്യ കിം ജായത്തെ. വനത്തിൽ പോയിട്ട് കുറുക്കന് എന്താണ് സംഭവിച്ചത്? വനം ഗത്വാ ശൃഗാലസ്യ സ്വേദഃ തൃഷാ ച ജായത്തെ. വനത്തിൽ പോയിട്ട് കുറുക്കൻ എന്ത് സംഭവിച്ചത്? കുറുക്കൻ്റെ സ്വേദഃ തൃഷാ ച ജായത്തെ. അകപ്പാടെ ക്ഷീണിച്ച് വലയാണ് ചെയ്തത്. ശൃഗാലഃ ദ്രാക്ഷാഫലം കുത്ര പശ്യതി. കുറുക്കൻ മുന്തിരിപ്പഴം എവിടെയാണ് കണ്ടത്? ശൃഗാലഃ ദ്രാക്ഷാഫലം ലതാസൂപരി പശ്യതി. ശൃഗാലൻ, അതായത് കുറുക്കൻ, മുന്തിരിപ്പഴം വള്ളികൾ, അതായത് മുന്തിരിവള്ളികളുടെ മേലെയാണ് കണ്ടത്. ദ്രാക്ഷാഫലം ദൃഷ്ട്വാ കസ്യ മുഖേ രസഃ ജായത്തെ. മുന്തിരിപ്പഴം കണ്ടിട്ട് ആരുടെ നാവിലാണ് വെള്ളമൂറിയത്? ദ്രാക്ഷാഫലം ദൃഷ്ട്വാ ശൃഗാലസ്യ മുഖേ രസഃ ജായത്തെ. മുന്തിരിപ്പഴം കണ്ടിട്ട് കുറുക്കൻ്റെ നാവിലാണ് വെള്ളം ഊറിയത്. അന്തേ ശൃഗാലഃ കിം വദതി. അവസാനം കുറുക്കൻ എന്താണ് പറഞ്ഞത്? അന്തേ ശൃഗാലഃ ആംലം ദ്രാക്ഷാഫലം ഇതി വദതി. അവസാനം കുറുക്കൻ പുളിച്ച മുന്തിരിപ്പഴം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അത്ര ഇതം അവധേയം. ഇത് കണ്ട് മനസ്സിലാക്കാം. എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? അസ്മിൻ പാഠേ ജായത്തെ, ലഭത്തെ, പലായത്തെ ഇതി ഏതാദൃശാനി ക്രിയാപദാനി സന്തി. ഈ പാഠത്തിൽ ജായത്തെ, ലഭത്തെ, പലായത്തെ എന്ന തുടങ്ങുന്ന ക്രിയാപദങ്ങൾ ഉണ്ട്. ഏതാദൃശാനാം ക്രിയാപദാനാം രൂപാണി ലള്ളകാരേ കഥം ഭവന്തി ഇതി പശ്യാമഃ. ഇത്തരത്തിലുള്ള ക്രിയാപദങ്ങൾ ലട്ലകാറിലേക്ക് വരുമ്പോൾ എങ്ങനെയുണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. പ്രഥമഃ പുരുഷ ഏകവചനം, ദ്വിവചനം, ബഹുവചനം. പ്രഥമ പുരുഷ ഏകവചനം എങ്ങനെ വരും? ലഭത്തെ. ദ്വിവചനം ലഭേത്തെ. ബഹുവചനം ലഭന്തെ. മധ്യമഃ പുരുഷഃ ഏകവചനം ലഭസേ. ദ്വിവചനം
ലഭത്തെ, ബഹുവചനം ലഭദ്വേ. ഉത്തമഃ പുരുഷः ഏകവചനം ലഭേ, ദ്വിവചനം ലഭാവഹേ, ബഹുവചനം ലഭാമഹേ. അടുത്ത ചോദ്യം നോക്കാം. ഉപരി പ്രദത്താം മഞ്ജുഷാം ദൃഷ്ട്വാ റിക്തസ്ഥാനേഷു ഉചിതക്രിയാപദാനി ലിഖन्तु. മേലെ തന്നിരിക്കുന്ന ബോക്സിൽ നോക്കിയിട്ട് ഉചിത ക്രിയാപദങ്ങൾ ഉപയോഗിച്ച് ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യാം. വന്ദത്തെ, വന്ദേത്തെ, വന്ദന്തെ. വന്ദസേ, വന്ദേഥേ, വന്ദദ്വേ. വന്ദേ, വന്ദാവഹേ, വന്ദാമഹേ. ഇതേ കണക്ക് ബാക്കിയുള്ളതും ഫില്ല് ചെയ്താൽ മതി. ഓക്കെ. പലായത്തെ, പലായേത്തെ, പലായന്തെ. പലായസേ, പലായേഥേ, പലായദ്വേ. പലായേ, പലായാവഹേ, പലായാമഹേ. ജായത്തെ, ജായേത്തെ, ജായന്തെ. ജായസേ, ജായേഥേ, ജായദ്വേ. ജായേ, ജായാവഹേ, ജായാമഹേ. അടുത്ത് നോക്കാം. ഉദാഹരണാനുസാരം ഏകവചനരൂപം ദൃഷ്ട്വാ ദ്വിവചനം ബഹുവചനരൂപാണി ലിഖन्तु. ഉദാഹരണം തന്നതനുസരിച്ച് ഏകവചനരൂപം നോക്കിയിട്ട് ദ്വിവചനരൂപവും ബഹുവചനരൂപവും എഴുതണം. ധാതുഃ ഏകവചനം, ദ്വിവചനം, ബഹുവചനം. കമ്പ, കമ്പത്തെ, കമ്പേത്തെ, കമ്പന്തി. വർധ, വർധത്തെ, വർധേത്തെ, വർധന്തി. വർത്ത, വർത്തസേ, വർദ്ധേതേ, വർത്തദ്വേ. പ്രകാശ, പ്രകാശത്തെ, പ്രകാശേത്തെ, പ്രകാശന്തെ. വന്ദ്, വന്ദേ, വന്ദാവഹേ, വന്ദാമഹേ. യാച്ച്, യാചത്തെ, യാചേതേ, യാചന്തെ. ലജ്ജ്, ലജ്ജസേ, ലജ്ജേഥേ, ലജ്ജദ്വേ. വീക്ഷ്, വീക്ഷത്തെ, വീക്ഷേത്തെ, വീക്ഷന്തെ. സേവ്, സേവേ, സേവാവഹേ, സേവാമഹേ. വന്ദ്, വന്ദസേ, വന്ദേഥേ, വന്ദദ്വേ. ശുഭ്, ശോഭത്തെ, ശോഭേത്തെ, ശോഭന്തെ. ഉദാഹരണാനുസാരം വാക്യദ്വയം ലിഖन्तु. ഉദാഹരണം തന്നതനുസരിച്ച് 2 വേർഡ്സ് എഴുതുക. ശത്രുഹു പലായ. എങ്ങനെ എഴുതും? ശത്രുഹു പലായത്തെ. അപ്പോൾ ഇതേ കണക്ക് ബാക്കിയുള്ളതും എഴുതുക. വൃക്ഷഃ, വർധ്. വൃക്ഷഃ വർധത്തെ. ഛാത്രഃ വന്ദ്. ഛാത്രഃ വന്ദത്തെ. വൈദ്യഃ വീക്ഷ്. വൈദ്യഃ വീക്ഷത്തെ. കർമ്മചാരി സേവ്. കർമ്മചാരി സേവത്തെ. വൃക്ഷഃ കമ്പ്. വൃക്ഷഃ കമ്പത്തെ. ചോരാः പലായ. ചോരാः പലായന്തെ. ഇതേ കണക്ക് ബാക്കിയുള്ളത് എഴുതുക. ബാലാः വർധ്. ബാലാः വർധന്തെ. ഭക്താः വന്ദ്. ഭക്താः വന്ദന്തെ. പ്രേക്ഷകാः വീക്ഷ്. പ്രേക്ഷകാः വീക്ഷन्ते. महिलाः सेव्. महिलाः सेवन्ते. रुग्णाः कम्प्. रुग्णाः कम्पन्ते. ഇത് വലിയ പാടില്ല. ഉദാഹരണം തന്നതനുസരിച്ച് നമ്മൾ താഴെയും താഴോട്ടും ഫോളോ ചെയ്താൽ മതി. ഓക്കെ. അടുത്ത ചോദ്യം നോക്കാം. ഉദാഹരണം ദൃഷ്ട്വാ വാക്യാനി ഉചിതരൂപൈഃ പൂരയन्तु. ഉദാഹരണം തന്നതനുസരിച്ച് സെൻറ്റൻസ് ഉചിത രൂപത്തിൽ പൂരിപ്പിക്കുക. ശുനകം ദൃഷ്ട്വാ ബാലകസ്യ ഭയം ജായ്. ശുനകം ദൃഷ്ട്വാ ബാലകസ്യ ഭയം ജായത്തെ. മൂഷകः മാർജാരം ദൃഷ്ട്വാ പലായ. മൂഷകः മാർജാരം ദൃഷ്ട്വാ പലായത്തെ. രാത്രികാലെ മാർഗദീപാः പ്രകാശ. രാത്രികാലെ മാർഗദീപാः പ്രകാശन्ते. അഹം ദേവം വന്ദ്. അഹം ദേവം വന്ദേ. ത്വം കിമർത്ഥം ലജ്ജ്. ത്വം കിമർത്ഥം ലജ്ജസേ. വയം ദേശം സേവ്. വയം ദേശം സേവാമഹേ. അപ്പം ഇതെല്ലാം ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇതിനകത്ത് തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് മെൻഷൻ ചെയ്താൽ മതി, പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ ക്ലിയർ ആയെന്ന് കരുതുന്നു. എല്ലാവർക്കും ഈ എക്സസൈസിൻ്റെ എക്സ്പ്ലനേഷൻ മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും. അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു. കീപ് സപ്പോർട്ടിങ്.